സമയം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി.ഡി. സതീശനെതിരെ ചോദ്യങ്ങൾ ഉയർത്തി ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ഡിസിസി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് പ്രതിഷേധവുമുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അപ്പം നിഖിൽ പ്രമേഷും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ റിനു ശ്രീധറിലേക്ക് പോവുകയാണ്. റിനു, വീണ്ടും ഈ ഫ്ലക്സ് യുദ്ധം അതിങ്ങനെ പൊടിപിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹാഷ്മി, ഈ ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതനുസരിച്ച് ഫ്ലക്സിന്റെ നീളം ഇങ്ങനെ കൂടി വരും. ഫ്ലക്സ് കമ്പനികൾ ഗംഭീരമാണ്. നേരത്തെ ആ ചേട്ടൻ ഇടിച്ചിട്ടും ഫ്ലക്സ് കീറുന്നില്ല. നല്ല കമ്പനിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ ഇടിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് കീർപ്പുണ്ടാണ്. അത് അന്യ ഇടിച്ചിട്ടും ആ ഫ്ലക്സ് കീറുന്നില്ല. പോട്ടെ റിനു, അപ്പൊ ഇന്നും കേരളം കാണാനിരിക്കുന്നത് വെറൈറ്റി ഫ്ലക്സുകൾ, അതിൽ വെറൈറ്റി മുദ്രാവാക്യങ്ങൾ, നാച്ചുറൽ ചോയ്സ്, ആർട്ടിഫിഷ്യൽ ചോയ്സ്, തെരുവിലെ പ്രകടനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ തന്നെ ആവോ റിനു? വി.ഡി. സതീശനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്നും കൂടി പറയൂ റിനു. ഹാഷ്മി, പ്രവിധ, ഇന്നലെ വി.ഡി. സതീശന് അനുകൂലികൾ ഒരു ശക്തി പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഫ്ലെക്സ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും കൂടിയുള്ള ഫ്ലെക്സ് ആണ്. കുഞ്ഞൂഞ്ഞിന് ശേഷം കെ.സി. എന്നുള്ള ഫ്ലെക്സ്. ഇത് ഇന്നലെ ഈ ശക്തി പ്രകടനം നടത്തിയ വി.ഡി. അനുകൂലികൾ അടിച്ചു തകർക്കുന്ന അല്ലെങ്കിൽ വലിച്ചു കീറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. ഇതിന് മറുപടിയായിട്ടാണ് ഇന്നിപ്പോൾ അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു പുതിയ ഫ്ലെക്സ് കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യം കെ.സി. അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വി.ഡി. സതീശൻ അനുകൂലികൾ പരസ്യമായിട്ടുള്ള ശക്തി പ്രകടനത്തിലും പരസ്യമായിട്ടുള്ള ഫ്ലെക്സ് വെക്കലിലേക്കും പോകുന്നു. പക്ഷേ കെ.സി. അനുകൂലികൾ അത് അല്പം രഹസ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയൊന്നും ഈ ഫ്ലെക്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പുലർച്ചയ്ക്ക് ശേഷം അല്പസമയം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വലിയ ഫ്ലെക്സ്, അതിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയുമുണ്ട്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ UDF സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2021 തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ കെ. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് ആര്? രണ്ടാമത്തെ ചോദ്യം. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആര്? ചോദ്യം 3. കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രം. നാച്ചുറൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും. അതായത് നാച്ചുറൽ ചോയ്സ് എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ വി.ഡി. സതീശൻ അനുകൂലികൾ വെച്ച ആ ഒരു ശീർഷകം. അതിനെ ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കെ.സി. വേണുഗോപാലിന്റെ അനുകൂലികൾ എന്തായാലും ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം കൊയ്യുന്ന ഒരു സാഹചര്യമാണ്. കാരണം നഗരത്തിലുടനീളം കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളുടെ ഫ്ലെക്സുകൾ ഉയർന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഫ്ലെക്സുകളെല്ലാം തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനി നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. BJP ഏതെങ്കിലും തരത്തിൽ രാവിലെ ഈ ഫ്ലെക്സുകളെല്ലാം എടുത്തു മാറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഫ്ലെക്സുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രിയെ ചൊല്ലി ഫ്ലെക്സ് യുദ്ധം തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.